ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വളരെ നേരം വൈകിട്ടാണ് എണീറ്റ് വെച്ച് തന്നെ ഒരു കബാബും കുഷ്കൊക്കെ കഴിച്ച് നേരെ പോകുന്നത് ഇവിടെ അടുത്തുള്ളൊരു പാർക്കിലേക്കാണ്. ആ പാർക്കിൽ ഇന്ന് ജൂഡോ മത്സരം നടക്കുന്നുണ്ട്. ചെറിയ കുട്ടികളുടെ ജൂഡോ മത്സരം ഇവിടുത്തെ ഏതോ സ്കൂളിൻ്റെയാണ്. പിന്നെ റെസ്ലിംഗ് അസോസിയേഷൻ അങ്ങനെയൊക്കെ വെച്ചിട്ട്, പിന്നെ കന്നഡത്തിലാണ് അവരുടെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ. എനിക്ക് വല്ലാണ്ട് വായിക്കാൻ പറ്റില്ല, ഞാൻ മറ്റേ ഗൂഗിൾ ലെൻസിൽ ട്രാൻസ്ലേറ്ററൊക്കെ ഇട്ടിട്ട് വായിച്ച് മനസ്സിലാക്കിയാണ്. ചെറിയ കുട്ടികളുടെ അടിപിടി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതിൽ ആ മാസ്റ്റർ അടിപൊളിയാണ്. ആ ഒരു അവരുടെ ഇടി നിയന്ത്രിക്കുന്ന ആ കോട്ടിട്ട ആ ഒരു സാറ് നല്ല രസമാണ്. നല്ല ഭംഗിയിൽ അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, കുട്ടികളെ അങ്ങോട്ട് മാറ്റി നിർത്തുന്നുണ്ട്. എനിക്ക് ഈ റെസ്ലിങ്ങോ ജൂഡോ കാര്യങ്ങളൊന്നും അറിയാത്ത കാരണം ഈ അടി കൂടിയതിൽ ആരാണ് ജയിച്ചത് എന്ന് പോലും അറിയില്ല. അവർ വരുന്നു, അടിക്കുന്നു, പോകുന്നു. ഇതിൽ മറ്റേ കൈ പിടിച്ച് പൊക്കുന്ന പരിപാടിയൊന്നുമില്ല. ജയിച്ച ആളുടെ കൈ ഇങ്ങനെ പിടിച്ച് പൊക്കാറുണ്ടല്ലോ, അതൊന്നുമില്ല. പിന്നെ ഈ മഞ്ഞ ബെൽറ്റും വെള്ള ബെൽറ്റും കറുപ്പ് ബെൽറ്റൊക്കെ കുറച്ച് കണ്ടു. അതെന്താണ് ഗ്രേഡ് കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ ബ്ലാക്ക് ബെൽറ്റ് എന്നൊക്കെ പൊതുവെ പറയാറുണ്ടെങ്കിലും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല എനിക്ക്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് വിനീത് എന്ന് പറഞ്ഞിട്ട്, അവന് കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റൊക്കെ പണ്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അവനുണ്ട്. അവനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ മത്സരമാണ്. ഇത് കഴിഞ്ഞിട്ട് ആൺകുട്ടികളുടെ മത്സരമൊക്കെ വരുന്നുണ്ട്. എല്ലാം ചെറിയ പിള്ളേരാണ് കേട്ടോ. ഒരു 5ാം ക്ലാസ്സിന് താഴെയുള്ള പിള്ളേരാണെന്ന് തോന്നുന്നു ഇവരൊക്കെ. സ്കൂൾ കലോത്സവത്തിന് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടാറുണ്ടല്ലോ, ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ കളിക്കുന്ന കുട്ടികൾക്ക്. അതേപോലെ ഈ ജൂഡോ കരാട്ടൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു സംഭവമാണത്. കാരണം നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 ചേരുമ്പോൾ അവർക്കത് നല്ലൊരു ഗുണമായിട്ട് വരും. അപ്പോൾ ഡിഗ്രിക്ക് ചേരുമ്പോൾ നല്ലൊരു കോളേജിൽ തന്നെ മെറിറ്റിൽ കയറാനൊക്കെ പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമല്ലേ. ശരിക്കും ഞാൻ ഇന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ അവിടേക്കുള്ള ബസ് കിട്ടിയില്ല. അതുകൊണ്ട് പ്ലാൻ മാറ്റിയതാണ്. ഇവിടെ ഷെട്ടിഹള്ളിയിലൊരു പള്ളിയുണ്ട്, ആ പള്ളിയിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അതായത് യൂറോപ്യന്മാർ സ്ഥാപിച്ചൊരു പള്ളിയാണ്. പിന്നെ ഹേമാവതി ഡാമിൻ്റെ രൂപീകരണത്തോടനുബന്ധിച്ച് അവർ പള്ളി ഉപേക്ഷിച്ച് പോയി. ആ ഭാഗത്തൊക്കെ വെള്ളം കയറി ആ ഒരു ഡാമിലേക്കായിരുന്നു പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നതിൽ ടോക്കിയോ എന്ന് പറഞ്ഞൊരു സംഭവം കാണുന്നുണ്ടോ? അത് ഇവിടുത്തെ ഡാൻസ് ബാറാണ് കേട്ടോ. ഈ പബ്ബ് എന്നൊക്കെ പറയുന്നില്ലേ, ഡാൻസ് കളി, പാട്ട്, മദ്യം, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. ആ ഒരു സംഭവമാണത്. ഞാൻ ചുമ്മാ അതിൻ്റെ മീതേക്കൊന്ന് കയറി നോക്കി. ഇന്നലെ ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 മണി കഴിഞ്ഞ് ഞാൻ എത്തുന്ന സമയത്ത്. നേരത്ത് ഭയങ്കര ആഘോഷമായിരുന്നു കേട്ടോ. നല്ല കാശുള്ളവർക്ക് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് കാര്യങ്ങളൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ നമ്മുടെ ഹസൻ ടൗണിലൂടെ നടന്ന് ഞാൻ എൻ്റെ റൂമിലേക്ക് വരികയാണ്. കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഷർട്ട് മേടിക്കണം, പാൻറ്റ് മേടിക്കണം, അങ്ങനെ കുറേ. ഇവിടെയൊക്കെ സാധനങ്ങൾക്കൊക്കെ വളരെ വില കുറവാണ് കേട്ടോ. നല്ല കോട്ടൺ പാൻറ്റിന് 400 രൂപയ്ക്കുള്ള, നമ്മുടെ നാട്ടിലാണെങ്കിൽ 600 രൂപയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾക്ക് നല്ലതിനൊക്കെ 400 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഇത് ഞാൻ നേരെ പോകുന്നത് നമ്മുടെ ഹസനിലുള്ള ലോക്കൽ മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഇവിടെ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുന്നംകുളം മാർക്കറ്റ് പോലെ ഒന്നുമല്ല, നല്ല വലിയ മാർക്കറ്റ് തന്നെയാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എപ്പോഴും ലൈവായിട്ട് നിൽക്കും, ആളും ബഹളും. അതേപോലെ തന്നെ ഫുള്ള് പച്ചക്കറികളും. ഇവിടെ പൂമാലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു സംഭവമാണ് കേട്ടോ. ഏത് കടകളുടെ മുന്നിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പൂമാലകൾ ഇങ്ങനെ വിൽക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ കല്യാണങ്ങളധികം നടക്കുന്നതുകൊണ്ടല്ല, ഈ പൂമാലകളൊക്കെ വണ്ടിയിൽ ചാർത്താൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അമ്പലങ്ങളിൽ ചാർത്താൻ വേണ്ടിയിട്ടാണ് ഈ പൂമാലകൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ പോയിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഹസനാണ്. ഇപ്പോൾ ഞാൻ ആന്ധ്രാപ്രദേശ് മദനപ്പള്ളി, പളവനീര് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. കുപ്പം പോയിട്ടുണ്ട്. പിന്നെ കർണാടകയിലെ കുറച്ച് നാൾ തുങ്കൂര് ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. കുനിഗൽ, ടിപ്തൂര് അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാനിപ്പോൾ ഹസനിലേക്ക് വന്നിട്ടുള്ളത്. ഹസൻ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലം, നല്ല ആൾക്കാർ. ഞാനിവിടെ കഴിഞ്ഞ ദിവസം ചായ കുടിക്കാൻ പോയപ്പോണ്ടേ ഇവിടുന്ന് ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ഞാൻ ജസ്റ്റ് മറ്റേ റിലയൻസിൻ്റെ സ്ഥലം ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചാണ്. അപ്പോൾ അവർ പറഞ്ഞു മലയാളിയാണോ, മലയാളത്തിൽ പറഞ്ഞു തന്നു. ആ ചേട്ടൻ ഇവിടെ മലബാർ ഗോൾഡിൽ അങ്ങോട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മലയാളികൾ ആ ചേട്ടനെ മലയാളം പഠിപ്പിച്ചു. ആൾ ഒരു മുസ്ലിമാണ്, എന്താ പറയുക, മുസ്ലിം വേഷത്തിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചു. മലയാളം അങ്ങനെ നല്ല ഫ്ലുവൻ്റ് ആയിട്ടില്ല, പക്ഷേ ആൾക്കറിയാം. ആൾ ചെറുതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് നമ്മൾക്ക് ഈ കന്നഡ പറയുന്നത് പോലെ ആൾക്ക് മലയാളം അറിയാം. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ.